വാഴൂർ പഞ്ചായത്തിൽ ഇക്കുറി ദമ്പതിമാരും മത്സര രംഗത്ത്. 10-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി TB ബിനുവും 13-ാം വാർഡിൽ മത്സരിക്കുന്ന ജ്യോതിയുമാണ് ദമ്പതിമാർ. മുഴുവൻ സമയ പ്രവർത്തകരാണ് ബിനുവും ജ്യോതിയും. RSSലൂടെയാണ് ബിനു പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി, BJP കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ്, NSS കരയോഗം സെക്രട്ടറി, തിരുവിതാംകൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗം, സേവാഭാരതി ജില്ലാ കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ബിനു. പൊതുപ്രവർത്തന രംഗത്തെ ഈ പരിചയം കൈമുതലാക്കിയാണ് TB ബിനു വോട്ട് തേടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഇത് ചെയ്ത വാർഡാണ് 10 എന്ന് പറയുന്നത്. LDFും UDFും കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വാർഡാണ് 10-ാം വാർഡ്. ആ 10-ാം വാർഡ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്നും കാതോർക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ വാർഡിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, മറ്റ് സാഹചര്യങ്ങളുമെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും അനുകൂല ഘടകമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ, നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഈ വാർഡിൽ സമഗ്രമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബിനുവിന്റെ ഭാര്യ ജ്യോതിയാണ് 13-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരി NSS കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷം വിവാഹത്തോടെയാണ് BJPയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. മഹിളാ മോർച്ച വാഴൂർ പഞ്ചായത്ത് സെക്രട്ടറി, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. വിജയിച്ചാൽ വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് ജ്യോതി പറഞ്ഞു. ഞാൻ ജ്യോതി ബിനു, വാഴൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഇവിടെയുള്ള വോട്ടർമാരോട് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. വാർഡിൻ്റെ സുസ്ഥിരമായ വികസനത്തിന് എനിക്കൊരു അവസരം തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.